ബുദ്ധൻ ഒരു വലിയ കാലം വരെ ഇന്ത്യക്ക് അജ്ഞാതമായിരുന്നു. ബുദ്ധൻ എവിടത്തുകാരനെന്ന് പോലും ഇന്ത്യക്ക് അറിയാമായിരുന്നില്ല. അത് പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർക്ക് സ്വാഭാവികമായി ഇത്തരം മിത്തുകളിൽ എങ്ങനെയാണ് ചരിത്രം നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ അവർ കണ്ടെത്തി നമുക്ക് കൈമാറിയ ഒരറിവാണ് ബുദ്ധൻ ഇന്ത്യക്കാരനാണെന്നും നേപ്പാളിൽ ജനിച്ച ആളാണെന്നും സാരാനാഥ് എന്ന് പറയുന്നത് വാരണാസിയിലാണെന്നും മരിച്ചത് കുശിനഗറിലാണെന്നും അന്നത്തെ മഗധയും കോസലവും അംഗവും വൈശാലിയും അതിൻ്റെ മുകളിലുള്ള ഒരു ചെറു ഹിമാലയ സാനുരാജ്യമായിരുന്നു ഈ കപിലവസ്തു എന്നും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞത് പുറത്തുള്ളവരുടെ സഹായത്തോടു കൂടിയാണ്. എന്നിട്ട് ഇന്ത്യയിൽ എന്തുകൊണ്ട് ബുദ്ധനെക്കുറിച്ചുള്ള മഹത്തായ പഠനങ്ങൾ കുറഞ്ഞുപോയി എന്നത് ഇന്ത്യ നെഞ്ചു തൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആധുനിക കാലത്ത് ബുദ്ധനെ ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചത് ഡോക്ടർ അംബേദ്കറാണ്. അംബേദ്കർ പറഞ്ഞതെല്ലാം അതുപോലെ ശരിയാണോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. മറ്റുള്ളവർ, പുറത്തുള്ളവർ, പ്രത്യേകിച്ച് ശ്രീലങ്കക്കാരും ചൈനക്കാരും ബർമ്മക്കാരും വിയറ്റ്നാംകാരും ഒക്കെ ബുദ്ധനെക്കുറിച്ച് അവരുടെ താല്പര്യം കൊണ്ട് പഠിച്ച് പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിപ്പം ബുദ്ധനെക്കുറിച്ചുള്ള മൂലധനമായി നമ്മുടെ മനസ്സിലുള്ളത്. അത് വെച്ച് ബുദ്ധൻ ജനിച്ച കാലം, കാരണം ജനിച്ച കാലം ഓരോ വ്യക്തിക്കും പ്രധാനമാണ്. അന്നുള്ള ഇരുട്ടിനോടാണ് അവർ അവരുടെ അറിവുകൊണ്ട്, അറിവ് എപ്പോഴും ഒരു വെളിച്ചമാണ്, അതുകൊണ്ട് പൊരുതുന്നത്. ആ അറിവ് ജനങ്ങളിൽ എത്തിച്ചാണ് അവർ പരിവർത്തനത്തിലുള്ള പടയൊരുക്കം നടത്തുന്നത്. അപ്പോൾ ഈ 2500 വർഷം മുമ്പ് ബുദ്ധൻ ജനിച്ച സ്ഥലവും ഇന്ത്യയും ഒക്കെ എങ്ങനെയായിരുന്നു, ഏതു വിധമായിരുന്നു, മനുഷ്യൻ്റെ ചിന്തകൾ എന്തായിരുന്നു, മനുഷ്യൻ്റെ മതബോധം എന്തായിരുന്നു, സംസ്കാരം എന്തായിരുന്നു, അവരുടെ ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു, ഇതെല്ലാം അന്വേഷിച്ച് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമാണ്. യുദ്ധം ചെയ്യാൻ ഒരു പ്രത്യേക വിഭാഗവും അവർ ക്ഷത്രിയർ എന്ന് പറയുന്ന ഒരു ജാതിയുടെ, ഒരു വർണ്ണത്തിൻ്റെ വലയ്ക്കകത്ത് പെടുത്തുകയോ ഒക്കെ ചെയ്ത ഒരു കാലമാണ്. അവരെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമായി ഒരു പുരോഹിത വിഭാഗമുണ്ടായി. അവരാണ് ബ്രാഹ്മണർ എന്നറിയപ്പെട്ടത്. ബുദ്ധൻ്റെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് ബുദ്ധൻ ഉത്തരം പറയുന്നുണ്ട്. ബുദ്ധനെയാണ് വ്യാസൻ ധർമ്മപുത്രരായി നിക്ഷേപിക്കാൻ ശ്രമിച്ചത്. ഒരർത്ഥത്തിൽ ഒരു ചരിത്ര പുരുഷനെ ഒരു കഥാപാത്രത്തിലേക്ക് മാറ്റുമ്പോൾ സംഭവിക്കുന്നത് ഈ ചരിത്ര പുരുഷൻ നഷ്ടപ്പെട്ടു പോവുകയും കഥാപാത്രം ജീവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ബുദ്ധനും ധർമ്മപുത്രനും ഒരു ചോദ്യത്തിന് ഒരേപോലെയാണ് ഉത്തരം പറയുന്നത്. ആരാണ് ബ്രാഹ്മണൻ എന്ന ചോദ്യത്തിന് അതിന് രണ്ടുപേരും പറഞ്ഞ ഉത്തരം, ജന്മം കൊണ്ടൊരാൾ ബ്രാഹ്മണനാവേയില്ല, നല്ല കർമ്മം കൊണ്ടേ ഒരാൾ ബ്രാഹ്മണനാവും. അത് ഞാൻ ബുദ്ധൻ്റെ കാര്യം പറയുമ്പം പിന്നാലെ പറയാം. അപ്പോൾ ആ കാലത്ത് സമൂഹത്തെ വേർതിരിച്ച് വെച്ച വർണ്ണവ്യവസ്ഥയുടെ പ്രത്യേകതകൾ കൊണ്ട് ഇന്ത്യയിലെ പ്രധാന പ്രദേശങ്ങളിൽ ഒരുപാട് മനുഷ്യർക്ക് ശ്വാസം മുട്ടലുണ്ടായി. ആ ശ്വാസം മുട്ടലുണ്ടായ മനുഷ്യരെ പൊട്ടിത്തെറിക്കാതിരിക്കാനാണ് വാളുവേന്തി പാടവമുള്ള ഒരു കൂട്ടം മനുഷ്യർ ക്ഷത്രിയൻ എന്ന പേരിൽ കാവൽ നിന്നത്. ഈ മോഹൻജദാരോ, ഹാരപ്പ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ലിപികൾ ഇപ്പോഴും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ആ ലിപിയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എപ്പോഴെങ്കിലും അത് വായിച്ചെടുക്കാൻ ആർക്കെങ്കിലും കഴിയും. അന്ന് സ്ത്രീയും പുരുഷനും തുല്യരായിരുന്നു. ആ തുല്യതയിൽ നിന്നാണ് ഈ അർദ്ധനാരീശ്വര എന്ന് പറയുന്ന ദൈവസങ്കല്പം ഉണ്ടാവുന്നത്. അതായത് മിക്കവാറും ദൈവങ്ങളെല്ലാം പഴയ സങ്കല്പം അനുസരിച്ച് പുരുഷനാണ്. അപൂർവം സ്ത്രീ ദേവതകളും ഉണ്ടായിരുന്നു. പക്ഷെ മിക്കവാറും സർവാധികാരിയായ ദൈവം പുരുഷനാണ്.
ആ സങ്കല്പത്തെ തകർത്തെറിഞ്ഞ ഒരു സങ്കല്പമാണ് ദൈവം സ്ത്രീയുമല്ല പുരുഷനുമല്ല, ദൈവം അർദ്ധനാരീശ്വരനാണ്. ആ അർദ്ധനാരീശ്വരൻ എന്ന ദൈവസങ്കല്പം നിലനിന്ന ഒരു കാലമാണ് ഇന്ത്യയിലെ സിന്ധു ഗംഗാ സമതലത്തിലെ വിശാലമായ ഒരു പ്രദേശത്തെ കാർഷിക നാഗരികത ഉണ്ടായിരുന്ന, യുദ്ധത്തിനൊരു ജനത പ്രത്യേക വിഭാഗമായി ഇല്ലാതിരുന്ന, പെണ്ണാണിൻ്റെ താഴെ അല്ലാതിരുന്ന, പെണ്ണിൻ്റെ മാനം വിലയ്ക്ക് വിൽക്കാതിരുന്ന, ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും ചതിക്കാതിരുന്ന, എല്ലാവരും മിക്കവാറും, അതാണ് ഇപ്പം തെളിവുകളായി കിട്ടുന്നത്, ഒരേ വലിപ്പമുള്ള വീട്ടിൽ, ഒരേ തരം വീട്ടിൽ, ഒരേ തരം ശുചീകരണ പ്രവർത്തനങ്ങളിൽ, ഒരേ തരം ജീവിത രീതി ആവിഷ്കരിച്ച് ജീവിച്ച ഒരു കാലം ഇന്ത്യക്കുണ്ടായിരുന്നു. അതായിരുന്നു ഇന്ത്യയുടെ കാർഷിക നാഗരികതയുടെ കാലം. സത്യത്തിൽ ആ കാലത്തിൻ്റെ ചില അംശങ്ങളുടെ ഉയർത്തെണീപ്പ് കൂടിയാണ് ഈ ബുദ്ധദർശനത്തിലൂടെ ഇന്ത്യ കണ്ടത്. അന്നത്തെ ഇന്ത്യയിൽ ഈ ആര്യാധിനിവേശത്തിൻ്റെ ഫലമായി നിലനിന്ന സംസ്കാരം പാടെ ഒരുപക്ഷെ മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ കീഴടക്കപ്പെടുകയോ ചെയ്തത് ഈ സിന്ധുവിൻ്റെ തീരം മുതൽ ഏതാണ്ട് ഇന്നത്തെ ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറേ മേഖല വരെയുള്ള പ്രദേശമാണ്. അതിന് വടക്കാണ്, അല്ലെങ്കിൽ അതിന് കിഴക്കാണ് ബുദ്ധൻ്റെ പ്രവർത്തനം നടത്തിയ പ്രദേശം. അവിടെ ഇത്ര വലിയ തരത്തിൽ ആര്യാധിനിവേശം നടന്നിരുന്നില്ല. ചിലർ പറയുന്ന ഈ കപിലവസ്തുവിലെ ഒരു സ്ഥലത്താണ് ലുംബിനി, അവിടെയാണ് ബുദ്ധൻ ജനിച്ചത്. അവിടെ ബ്രാഹ്മണരെ ഉണ്ടായിരുന്നില്ലെന്നാണ്. അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിൽ അവിടെ ജീവിച്ചിരുന്ന ഈ കാർഷിക നാഗരികതയുടെ ഉടമകളായ മനുഷ്യർ അവരുടെ സംസ്കാരവുമായി പ്രയാണം ചെയ്തു പോയി ആ സംസ്കാരം പട്ടുപോകാതെ കാത്തു സൂക്ഷിച്ച് ജീവിച്ചത് മിക്കവാറും തെക്കേ ഇന്ത്യയിലാണ്. ആ തെക്കേ ഇന്ത്യയിൽ ജീവിച്ച മനുഷ്യർ ഒരുതരം സംസ്കാരം വലിയ തരത്തിൽ കേടുപാടില്ലാതെ സൂക്ഷിച്ചു. അതാണ് ഇന്നത്തെ ദ്രാവിഡർ എന്ന് പറയാവുന്ന തെക്കേ ഇന്ത്യയിലെ 3-4 സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഭാഷയും. അതിലെ മുഖ്യ ഭാഷ തമിഴാണ്. അവിടെയാണ് തമിഴിൻ്റെ ഒരു പ്രാകൃത രൂപമായിരിക്കും ഈ സിന്ധു ഗംഗാ സമതലത്തിൽ ദ്രാവിഡ കാലത്ത് ഇപ്പോഴും വായിക്കാൻ പറ്റാതെ പോകുന്ന ഭാഷ എന്ന് വാദിക്കുന്നവരുണ്ട്. അതെന്തും ആവട്ടെ, അന്ന് ഈ ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും ആര്യന്മാരുടെയും ചാതുർവർണ്ണ വ്യവസ്ഥയുടെയും തടവറയിൽപ്പെട്ട ഒരു പ്രദേശം, യുദ്ധത്തിൻ്റെ ഈ ഒരു തരം ആരാധന രീതി ഉണ്ടായിരുന്ന, യുദ്ധത്തിൽ ഒരു ആരാധനയുണ്ട്. യുദ്ധത്തിൽ മരിക്കുന്നവൻ വീരനാണ്, കൊല്ലുന്നവനും വീരനാണ്, രണ്ടുപേരും പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ടാണ് ദുര്യോധനും ധർമ്മപുത്രനും സ്വർഗത്ത് പോകാൻ യോഗ്യരാണ് എന്ന വാദം വരുന്നത്. കാരണം അവിടെ പുരുഷന് ആയുധമെടുത്തവൻ ഒരു ധീരതയുടെ പരിവേഷം കിട്ടും, അവനോട് ഏറ്റുമുട്ടുന്നവനും ഒരു ധീരതയുടെ പരിവേഷം കിട്ടും. അങ്ങനെ നിന്ന ഒരു കാലത്ത് അത് അധികം കടന്നു ചെല്ലാത്ത പ്രദേശമായിരുന്നു ഈ കപിലവസ്തു. കപിലവസ്തുവിനെ ഏതാണ്ട് എല്ലാവരും യോജിച്ച് പറയുന്നത് അത് കപിലൻ്റെ ദർശനങ്ങൾ നിറഞ്ഞു നിന്ന ഭൂമി എന്നാണ്. കപിലൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഋഷിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും മുന്തിയവനാരെന്ന് ചോദിച്ചാൽ അത് കപിലനാണ്. കപിലനാണ് സാഖ്യദർശനത്തിൻ്റെ പിതാവ്. അദ്ദേഹമാണ് ദർശനത്തിന് മനുഷ്യന് പ്രകൃതിയുമായും മണ്ണുമായും ഉള്ള കൃത്യമായ ഒരു ബന്ധത്തെ ആവിഷ്കരിച്ചത് കപിലനാണ്. അപ്പോൾ ആ കപിലൻ്റെ ദർശനങ്ങൾ നിറഞ്ഞ ഭൂമി അതായിരിക്കാം കപിലവസ്തു എന്നാണ്. ആ കപിലവസ്തുവിലാണ് ബുദ്ധൻ ജനിച്ചത്. അന്നുള്ള ഒരുപാട് തരം തെറ്റുകളോട് എങ്ങനെ പൊരുതണമെന്ന് മനുഷ്യർക്ക് അറിയാതെ പോയതിൻ്റെ ഒരു കാരണം അറിവ് ജനാധിപത്യപരമായില്ല എന്നാണ്. ഈ മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്
അവരുടെ കൈവശം വന്ന അറിവെല്ലാം ജനാധിപത്യപരമായി, ജനങ്ങൾക്കെല്ലാം കിട്ടി. എന്നാൽ വന്നവർ, അവർക്കൊരു നിയന്ത്രണം ഒരു സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ സമൂഹത്തിൽ ഒരിക്കലും അന്തസ്സിൻ്റെ തുല്യത പാടില്ല. അത് ഒരു കുടുംബത്തിൽ ആണിനും പെണ്ണിനും തുല്യ അന്തസ്സായാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് തന്നെ ഒരു കാര്യം അതാണ്, പരസ്പരം അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആണൊരു അന്തസ്സ് കൂടുതലുണ്ടെന്ന് ധരിക്കും. അപ്പം അതില്ലാത്ത അന്തസ്സ് പങ്കുവെച്ച അസമത്വം മിക്കവാറും ഇല്ലാതാക്കിയ, മനുഷ്യരെല്ലാം തുല്യരാണെന്ന് കരുതിയ, ദൈവം പോലും ആണും പെണ്ണും തുല്യമായി ചേർന്നതെന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ്റെ സമത്വത്തിൻ്റെ ഒരു ഉത്സവകാലമാണ് ഈ ആര്യാധിനിവേശത്തോടെ ഇന്ത്യക്ക് നഷ്ടമായത്. അപ്പം അത് പിന്നെ പരക്കുകയായിരുന്നു, വളരുകയായിരുന്നു. അങ്ങനെ വളർന്നു വന്നപ്പം എല്ലായിടത്തും ഈ അസമത്വം ഉണ്ടായി. മനുഷ്യരിൽ വലുതും ചെറുതും ഉണ്ടായി. മനുഷ്യരിൽ മുകളിലും താഴെയുമായി. മനുഷ്യരിൽ ശ്രേണിയുണ്ടായി. ആ ശ്രേണിയിൽ പാവപ്പെട്ടവനും സ്ത്രീയും, പണിയെടുക്കുന്നവനും, അറിവില്ലാത്തവനും, അക്ഷരം അറിഞ്ഞുകൂടാത്തവനും, അത് സ്വീകരിക്കാൻ പറ്റാത്തവനുമെല്ലാം താഴെത്തട്ടായി. അപ്പോൾ വലിയൊരു താഴെത്തട്ടുണ്ടായി, ചെറിയൊരു മുകൾ തട്ടുണ്ടായി. ആ താഴെത്തട്ടിലെ മനുഷ്യന് പ്രതികരിക്കാൻ കഴിയാതെ പോയത് എവിടെയും, ലോകത്തെവിടെയും അവന് അറിവില്ലാത്തതുകൊണ്ട്. അറിവില്ലെങ്കിൽ സംഘടിക്കാൻ പോലും പറ്റുകയില്ല, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുകയില്ല. കേരളത്തിലും അത് ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അറിവില്ലാത്ത ഒരു സമൂഹം എങ്ങനെയാണ് കീഴ്പ്പെട്ടു പോകുന്നതെന്ന്. നീ മുട്ടിന് താഴെ മറച്ച് മുണ്ടൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അനുസരിച്ച് പോകുന്നതെന്ന്, നീ വഴി നടക്കണ്ട എന്ന് പറഞ്ഞാൽ നടക്കാതിരിക്കാൻ പഠിക്കുന്നതെന്ന്, നീ തലകുനിച്ച് നിൽക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ തലകുനിച്ച് തന്നെ നിന്ന് പോകേണ്ടത്, അവസാനം തല ഉയർത്താൻ എത്ര ശ്രമിച്ചാലും പറ്റാതെ പോകുന്നതെന്ന് നമ്മുടെ ഒരു 10-100 വർഷത്തിന് മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ഇന്ത്യയിൽ ഒരു ഘട്ടത്തിൽ പ്രവിശാലമായ ഒരു മേഖലയിൽ അങ്ങനെ നിന്നുപോയ ഒരു ജനതയാണ്. അവർ ഒരു പ്രത്യേകതരം രീതിയിൽ ആ ജനതയുടെ ഊർജത്തെയും സമ്പത്തിനെയും അവരുടെ മറ്റ് പ്രത്യേകതകളെയും എല്ലാം അവർക്ക് കൂടി ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ ചേർക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിൽ യാഗങ്ങളും യജ്ഞങ്ങളും മഹായാഗങ്ങളും ചെറിയ യാഗങ്ങളും ഒക്കെ രാജാക്കന്മാർ നടത്തുന്നതും അതിന് നേതൃത്വം പുരോഹിതന്മാർ കൊടുക്കുന്നതും. ബുദ്ധൻ ഏറ്റവും അധികം എതിർത്തത് അതിനെയാണ്. അപ്പം അങ്ങനെ എതിർക്കാൻ പറ്റിയ തരത്തിൽ, അതിനെക്കുറിച്ചാണ് തത്വമസിയിൽ സുകുമാർ അഴീക്കോട് സാറ് പറയുന്നത്. ഇന്ത്യയിലെ യജ്ഞങ്ങളിൽ മരിച്ചു വീണ മൃഗങ്ങളുടെ എല്ല് കൂട്ടിയാൽ ഹിമാലയത്തെ മറയ്ക്കുന്ന ഒരു വെളുത്ത എല്ല് പർവ്വതം ഉണ്ടാകുമായിരുന്നു. ആയിരക്കണക്കിന് മൃഗങ്ങളെയാണ് കൊന്നുവീഴ്ത്തിയത് ഓരോ യാഗത്തിലും. എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർ ഒത്തുകൂടുമ്പോൾ അവർക്കും ഇതിൻ്റെ ഒരു പങ്ക് കൊടുക്കും. പക്ഷേ അവരുണ്ടാക്കുന്ന അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടുന്ന അരിയും മറ്റ് സാധനങ്ങളും അവർ വളർത്തുന്ന മൃഗങ്ങളും അവരുടെ സമ്പാദ്യവുമെല്ലാം ഈ യാഗത്തിന് വേണ്ടി ലോഭമില്ലാതെ ഉപയോഗിക്കും. വിട്ടുകൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. എതിർത്ത് നിൽക്കുന്നവരെ വധിക്കും, അല്ലെങ്കിൽ തടവിലിടും. യാഗവും യജ്ഞവും ഒക്കെ നടത്തുന്ന പുരോഹിതന്മാർ ആ സമൂഹത്തിലെ ഏറ്റവും വിലപ്പെട്ട അന്തസ്സുള്ള ആളുകളായിരിക്കും. രാജാക്കന്മാർക്ക് അത് കാരണം വലിയ ഐശ്വര്യവും രാജ്യത്തിന് ഒരുപാട് വളർച്ചയും കിട്ടുമെന്നവർ പ്രചരിപ്പിക്കും. രാജാക്കന്മാർ അത് വിശ്വസിക്കും. ഇതിൻ്റെ എല്ലാം മന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കർമ്മ പദ്ധതികളും എഴുതി വച്ചിരിക്കുന്നത് മുഴുവൻ സംസ്കൃതത്തിലാണ്. സംസ്കൃതം ഇവിടെ വന്നവർ ഇവിടെ നിന്ന ഭാഷകൾ സംസ്കരിച്ച് അവർക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു ഭാഷയാണ്. അതിനെയാണ് അവർ ദേവഭാഷ എന്ന് വിളിച്ചത്. ആ ദേവഭാഷ അവർക്ക് മാത്രം വശമായ ഭാഷയായിരുന്നു. ആ ഭാഷയിലാണ് ഈ മന്ത്രങ്ങളെല്ലാം രൂപീകരിച്ചിരുന്നത്. അതവർ മാത്രം ചൊല്ലി
ആ ഭാഷ മാത്രമേ ദൈവങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയുള്ളൂ എന്നവർ പ്രചരിപ്പിച്ചു. അപ്പോൾ ദൈവത്തോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഈ ഭാഷ പഠിക്കണം. പക്ഷെ ഈ ഭാഷ പിന്നോക്കക്കാരനും താഴെത്തട്ടിലുള്ളവനും കൃഷിക്കാരനും കാലിയെ വളർത്തുന്നവനും അധ്വാനിക്കുന്നവനും പഠിക്കാൻ പാടില്ല. ഇനി ആരെങ്കിലും അറിയാതെ പഠിച്ചു പോയാൽ അവനത് പറയാൻ പാടില്ല. ഇനി അത് പറയാൻ വേണ്ടി എവിടെയെങ്കിലും ഒളിച്ചു നിന്ന് കേട്ടാൽ കേൾക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമായതുകൊണ്ട് അവൻ്റെ കാതിൽ ഈയം ഒഴിക്കാനോ നാവരിഞ്ഞ് കളയാനോ അത് ചൊല്ലുന്നവനെ വധിച്ചു കളയാനോ ഒക്കെ അവകാശമുണ്ടെന്ന് ധരിച്ചിരുന്ന് ആ അവകാശം തങ്ങൾക്കുണ്ടെന്ന് പ്രഖ്യാപിച്ച് അത് നാട്ടിൽ നടപ്പാക്കിയിരുന്ന ഒരു ക്രൂരത കൂടി ആ കാലത്തുണ്ടായിരുന്നു. ഇതെല്ലാം ബുദ്ധൻ്റെ കാലത്ത് നിലനിന്ന അസമത്വം ഒരാഭരണമായി സമൂഹം കൊണ്ടു നടന്നു. ആ ആഭരണം അസമത്വത്തിൻ്റേതാണെന്നും അത് അഴിച്ച് കളയണമെന്നും അത് ദൂരത്തെറിയണമെന്നും മനുഷ്യന് ആഗ്രഹം പോലും ഉണ്ടാകാത്ത വിധത്തിൽ അതിനെ സമൂഹം ഒരു ശാശ്വതമായ ജീവിതചര്യയായി മനുഷ്യൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചിരുന്നു. ആ കാലത്താണ് ബുദ്ധൻ ജനിക്കുന്നത്. ബുദ്ധൻ തീർച്ചയായിട്ടും ബുദ്ധനാവുന്നത് ബുദ്ധൻ്റെ 36-ാമത്തെ വയസ്സിലാണ്. അതിനു മുമ്പ് ഈ കപിലവസ്തുവിനെ കുറിച്ച് അംബേദ്കർ പറയുന്നത് അതൊരു റിപ്പബ്ലിക്കായിരുന്നു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് ഉള്ളതിനെയൊക്കെയാണ് റിപ്പബ്ലിക് എന്നത് വിളിച്ചത്. അത് അത്ര ശരിയാണോ അല്ലയോ എന്നൊന്നും നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. പാലി സാഹിത്യമാണ് നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ തേടാൻ ഇപ്പം നമുക്ക് കൈവശമുള്ള കാര്യം. ആ പാലി സാഹിത്യം തന്നെ രൂപപ്പെട്ടത് അന്ന് ബുദ്ധൻ പറഞ്ഞതും ബുദ്ധൻ്റെ ചിന്തകളും ബുദ്ധൻ്റെ ജീവിത രീതികളുമൊക്കെ കേട്ടവർ അവർ പറഞ്ഞ് കാതുകളിൽ നിന്ന് കാതുകളിലേക്കും നാവുകളിൽ നിന്ന് നാവുകളിലേക്കും ഇതെല്ലാം മനസ്സിൽ ചേർത്ത് വെച്ചും സ്വാംശീകരിച്ചാണ് ഈ ബുദ്ധസാഹിത്യം മുഴുവനുണ്ടായത്. അത് തന്നെ പിന്നീട് ഒരുപാട് തർക്കങ്ങൾ വന്നു. മഹായാനമെന്നും ഹീനയാനമെന്നും വജ്രയാനമെന്നും ഒക്കെ ഒരുപാട് തർക്കങ്ങൾ വന്നു. അത് പിന്നെ അതിൻ്റെ പ്രത്യേകത കൊണ്ട് ചിലപ്പോഴങ്ങനെയാണ് ഒരു അകത്തുണ്ടാകുന്ന ആശയ സംഘർഷം കൂടി അത് ഇടഞ്ഞു മരിക്കുന്നതിന് കാരണമായി തീരും. എന്തായിരുന്നാലും ബുദ്ധൻ ഈ കാലത്താണ്, ഈ ഇരുട്ടിൻ്റെ കാലത്താണ്, ഈ യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും കാലത്താണ്. അഴീക്കോട് സാറ് പറഞ്ഞതുപോലെ ആ യജ്ഞപ്പുരകളിൽ നിന്നുയർന്ന പുക മേഘങ്ങളെപ്പോലെ ആകാശത്ത് പറന്ന് മനുഷ്യനെ സ്വാധീനിച്ചിരുന്ന ഒരു കാലത്താണ് ബുദ്ധൻ ജനിക്കുന്നത്. കപിലവസ്തുവിൽ റിപ്പബ്ലിക് ആണെങ്കിലും അല്ലെങ്കിലും ബുദ്ധൻ ഒരു രാജാവിൻ്റെയോ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ഭൂ ഉടമയുടെയോ മകനായിട്ടാണ് ജനിക്കുന്നത്. ആ അച്ഛൻ്റെ പേര് ശുദ്ധോദനൻ എന്നായിരുന്നു. ശുദ്ധോദനൻ കല്യാണം കഴിച്ചത് മായാദേവി എന്ന് പറയുന്ന തൊട്ട അയൽവക്ക രാജ്യത്തുള്ള ഒരു സ്ത്രീയാണ്. അവരും നല്ലവരായ സ്ത്രീയായിരുന്നു. അപ്പോൾ ആ കാലത്ത്, ഈ കാലത്തും ചിലയിടത്തൊക്കെ ഉണ്ട്, ഈ ഗർഭിണിയായാൽ പെണ്ണ് പ്രസവിക്കേണ്ടത് പെണ്ണിൻ്റെ വീട്ടിലാണെന്ന് ഒരു ബോധമുണ്ട്. അപ്പോൾ അങ്ങനെ മായാദേവി ഗർഭിണിയായപ്പം സ്വന്തം വീട്ടിലേക്ക് അന്ന് പോകാൻ നടന്നു പോകണം, അല്ലെങ്കിൽ ഉള്ള സൗകര്യത്തിൽ ആരെങ്കിലും ചുമന്നുകൊണ്ട് പല്ലക്കിൽ ചുമന്നുകൊണ്ട് പോകണം. അന്ന് നടന്നാണ് മായാദേവി പോയത്. നടന്നു പോകുന്ന വഴിക്കാണ് ഈ രാജ്യത്ത് തന്നെയുള്ള കപിലവസ്തുവിൽ തന്നെയുള്ള ഒരു മാന്തോപ്പിൽ അവരിങ്ങനെ നടന്നു പോകുമ്പം അവർക്ക് ക്ഷീണം തോന്നി, അവർക്ക് ഇരിക്കണമെന്ന് തോന്നി. അവർ ഇരുന്നപ്പോൾ വയറിന് വേദനയുണ്ടായപ്പോൾ അവർ ആ മാന്തോപ്പിൽ വളർന്നു നിന്ന 2 സാലവൃക്ഷങ്ങൾക്ക് നടുവിൽ പുല്ലുകൊണ്ടൊരുക്കിയ ഒരു കിടക്കയിൽ അവർ ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവരും കുഞ്ഞും കരഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ച് അതിശയോക്തിപരമായിരിക്കും. എന്തായിരുന്നാലും അവർ അവിടെയാണ് പ്രസവിച്ചത്.
അതായത് ഒരു കൊട്ടാരത്തിൽ പിറക്കേണ്ട കുട്ടി അല്ലായിരുന്നു ഈ ഗൗതമൻ എന്ന്, സിദ്ധാർത്ഥൻ എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് അവിടെ പറയുന്നത്. അദ്ദേഹം അങ്ങനെ 2 സാലവൃക്ഷങ്ങൾക്ക് നടുവിൽ ഒരു പുല്ലുകൊണ്ടൊരുക്കിയ കിടപ്പറയിലാണ് പ്രസവിച്ചത്. സ്വാഭാവികമായി അവിടെ മരമാണ് കാവൽ. അതിൻ്റെ ഒരു കാര്യം, ഒരു പ്രകൃതിപക്ഷ നിരീക്ഷണത്തിൽ നോക്കിയാൽ, നമ്മളൊരു വലിയ കെട്ടിടത്തിലോ അല്ലെങ്കിൽ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ നമ്മളൊരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൂട്ടാവുന്നത് ഒരുപാട് അചേതന വസ്തുക്കളാണ്. മരിച്ച തടികളും അല്ലെങ്കിൽ സിമൻറ്റും, ഇപ്പോഴാണെങ്കിൽ സിമൻറ്റും കമ്പിയും ഒക്കെ തീർത്ത വാർത്ത കെട്ടിടങ്ങളും. അവിടെ സത്യത്തിൽ സചേതനമായ പ്രകൃതി കാണുകയില്ല. അപ്പോൾ ബുദ്ധനെ കപിലവസ്തുവിലെ കൊട്ടാരത്തിലാണ് പ്രസവിച്ചിരുന്നെങ്കിൽ മരിച്ച തടികളെ കൂട്ടുണ്ടാവും, മരിച്ച മണ്ണ് അതിൻ്റെ ചുവരയെ കൂട്ടുണ്ടാവും. പക്ഷേ ബുദ്ധൻ ജനിച്ചത് മാന്തോപ്പിൽ സാലവൃക്ഷത്തിന് നടുവിലായതുകൊണ്ട് അവിടെ ഉള്ളത് മുഴുവൻ ജൈവ വസ്തുക്കളാണ്. ആ ജൈവ വസ്തുക്കളെല്ലാം ബുദ്ധന് കൂട്ടായിരുന്നു. ഇല ഒരുപക്ഷെ പാട്ടുപാടി കാണും, മരങ്ങൾ കൂട്ടായി നിന്ന് കാണും, പൂക്കൾ ഒരുപക്ഷെ മണം കൊണ്ട് ചൊരിഞ്ഞു കാണും, കാറ്റ് വന്ന് പാട്ടുപാടി കുട്ടിയുടെ കരച്ചിൽ നിർത്തി കാണും. അവിടെയുള്ള ജീവജാലങ്ങൾ, ഈ മരത്തിൽ ചുറ്റുപാടും ഒരുപാട് ജീവസമൂഹം കാണും. ആ ജീവസമൂഹം മുഴുവൻ ആസ്വദിച്ച് കാണും. അത് ഈ ലോകത്തിലെ വലിയ മഹാന്മാരായ മനുഷ്യരുടെ ജന്മമെല്ലാം പറയുമ്പോൾ അതിലൊരു ജൈവ സഞ്ചയത്തിനകത്ത് അവർ ജനിച്ചു വീഴുന്ന ഒരു സ്വഭാവം പറയുന്നുണ്ട്. അറിഞ്ഞാണെങ്കിലും അറിയാതാണെങ്കിലും മായാദേവി മാന്തോപ്പിലെ സാലവൃക്ഷത്തിന് നടുവിൽ ബുദ്ധനെ പ്രസവിക്കുമ്പോൾ ബുദ്ധന് ഉണ്ടായിരുന്നത് ആ മരത്തിലെയും ചുറ്റുപാടുമുള്ള എല്ലാം നിറഞ്ഞ ഒരു ജൈവ കൂട്ടായ്മയാണ്. ആ ജൈവ കൂട്ടായ്മയിലാണ് ബുദ്ധൻ സിദ്ധാർത്ഥൻ ജനിച്ചത്. ജനിച്ച് കഴിഞ്ഞ് അധിക ദിവസം കഴിയുന്നതിന് മുമ്പേ മായാദേവി മരിക്കുക. സാധാരണ എങ്ങനെയാണ്, ഒരു വലിയ ചെടി ഒരു പൂവിനെ ഇങ്ങനെ പ്രസവിക്കുമ്പോൾ മരിക്കുന്നത് ചെടിയല്ല, പൂവാണ്. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ആ ചെടിയാണ് മരിക്കുന്നത്, ആ പൂവ് ജീവിക്കുകയാണ്. അങ്ങനെ ബുദ്ധൻ അമ്മയെ കൊലയ്ക്ക് കൊടുത്തതല്ല. സത്യത്തിൽ ബുദ്ധനെ പോലെ ഒരാളെ നൽകിയാൽ, അത്ര മൂല്യമുള്ള ഒരാളെ നൽകിയാൽ അമ്മയ്ക്ക് സ്വതന്ത്രമായി ഭൂമിയിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു അവകാശമുണ്ട്. പാലി സാഹിത്യം ഇങ്ങനെയെല്ലാം ചിലത് നമ്മളോട് പറയുന്നുണ്ട്. ഇതിലൊക്കെ ഒരുപാട് അതിശയോക്തി കാണും. എന്തായിരുന്നാലും ബുദ്ധൻ്റെ പെറ്റമ്മ മരിച്ചു. പെറ്റമ്മ മരിച്ചിട്ട് പിന്നെ ബുദ്ധനെ വളർത്തുന്നത് ബുദ്ധൻ്റെ അച്ഛൻ ശുദ്ധോദന മഹാരാജാവ് ഗൗതമി എന്ന സ്ത്രീയാണ് വിവാഹം കഴിക്കുന്നത്. അവർ വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു. അവർ വളർത്തിയത് കൊണ്ടാണ് ബുദ്ധന് ഗൗതമൻ എന്ന പേര് വന്നത്. അപ്പം ബുദ്ധനെ എല്ലാ വാത്സല്യവും നൽകിയാണ് ആ അമ്മ വളർത്തുന്നത്. പക്ഷെ ബുദ്ധനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ബുദ്ധൻ ഈ കൊട്ടാരത്തിനകത്തെ ഒരുപാട് ആനന്ദകരമായി കുട്ടിക്ക് വളരാനുള്ള അന്തരീക്ഷം ഒരുക്കിക്കൊടുത്ത അച്ഛനമ്മമാരുടെ പകിട്ടിലും പത്രാസിലും തൃപ്തനായിരുന്നില്ല. അത് നമ്മൾ പണ്ട് ബുദ്ധനെക്കുറിച്ച് പഠിക്കുമ്പോഴും ചില കഥകൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ബുദ്ധന് ചില അർത്ഥ സഹോദരന്മാരുണ്ടായിരുന്നു. ബുദ്ധൻ്റെ അനുജൻ്റെ മകനായ ദേവദത്തൻ, പിന്നെ ആനന്ദൻ. ഇങ്ങനെ ആനന്ദൻ ഒരുപാട് ഇളയതാണ്, ദേവദത്തൻ അത്ര ഇളയതല്ല. ബുദ്ധനേക്കാൾ 2 വയസ്സ് മാത്രം എളുപ്പമുള്ള ഒരാളാണ്. അപ്പം ഈ കൂട്ടുകാരും ബുദ്ധനും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ബുദ്ധൻ എപ്പോഴും ചിന്താഭരിതമായ ഒരു ജീവിതമാണ് കൊണ്ടു നടന്നത്. ദുഃഖങ്ങൾ ബുദ്ധൻ എപ്പോഴും ഉൾക്കൊള്ളാൻ ശ്രമിക്കും. അപ്പം ഈ രാജകുമാരൻ ഇങ്ങനെ വളരുന്നതിൽ അച്ഛനായ ശുദ്ധോദനന് ഒരുപാട് തരത്തിലുള്ള പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബുദ്ധനെ കുതിരസവാരി പഠിപ്പിക്കാനും ആയുധപാടവം
നന്നായി കിട്ടാൻ തക്ക തരത്തിൽ പരിശീലനം കൊടുക്കാനും ഒക്കെ ശ്രദ്ധിച്ചു. അതിലൊക്കെ ബുദ്ധൻ ഒട്ടും മോശമായിരുന്നില്ല. അദ്ദേഹം എല്ലാത്തിലും ഒന്നാമനായിരുന്നു. പക്ഷെ എല്ലാത്തിലും ഒന്നാമനാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏതോ ചില സംഘർഷങ്ങൾ ഒരിക്കലും ഇറക്കി വയ്ക്കാൻ കഴിയാതെ കൊണ്ടു നടന്നിരുന്നു. അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ദിവസമാണ് ഈ ആയുധ പാടവത്തിൽ അമ്പെയ്ത്തും വാൾപ്പയറ്റും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ബുദ്ധനും ദേവദത്തനും ഒരുമിച്ചാണ് പരിശീലനം നടത്തുന്നത്. അപ്പോൾ ദേവദത്തൻ ഒരു ദിവസം ആകാശത്തുകൂടെ പറന്നുപോയ ഒരു പക്ഷിയെ അയാൾ കൃത്യമായി അമ്പെയ്ത് താഴെ വീഴ്ത്തി. ആ പക്ഷി വന്നു വീണത് ഈ കൊട്ടാരമുറ്റത്താണ്. അപ്പോൾ വന്നു വീണ പക്ഷിയെ ആ പക്ഷി പിടയുന്നത് കണ്ട്, ചോര ഒഴുകുന്നത് കണ്ട് സിദ്ധാർത്ഥൻ അതിനെ പോയി എടുത്തു കൊണ്ടുവന്ന് കൊട്ടാരത്തിലെ വൈദ്യരെ വിളിച്ച് മരുന്ന് വെച്ച് അതൊന്ന് കെട്ടിമുറുക്കി ആ പക്ഷിയെ രക്ഷിക്കാൻ നോക്കി. അപ്പോഴാണ് ദേവദത്തൻ വരുന്നത്. ദേവദത്തൻ വന്ന് പറഞ്ഞു, ഈ പക്ഷി എൻ്റേതാണ്. ഈ പക്ഷി ആകാശത്തൂടെ ഇങ്ങനെ പറന്നു പോകുമ്പം ഇതിനെ അമ്പെയ്ത് വീഴ്ത്തിയത് ഞാനാണ്. അതുകൊണ്ട് എൻ്റെ കരുത്തിൻ്റെയും പാടവത്തിൻ്റെയും ഫലമാണ് ഈ പക്ഷി ഇവിടെ വീണത്. അതുകൊണ്ട് വീഴ്ത്തിയ എനിക്കാണ് പക്ഷിയുടെ അവകാശമുള്ളത്. അപ്പം സിദ്ധാർത്ഥൻ പറഞ്ഞു, അല്ല, ഈ പക്ഷിയെ രക്ഷിച്ചത് ഞാനാണ്, എനിക്കാണ് ഈ പക്ഷിയുടെ അവകാശം. തർക്കം മൂത്ത് അവിടെ നിന്നവർക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയാതെ രാജകുമാരന്മാരുടെ തർക്കം ഒത്തുതീർപ്പില്ലാതെ വളർന്നപ്പോൾ ഈ തർക്കം ശുദ്ധോധനൻ്റെ അടുത്തെത്തി. സിദ്ധാർത്ഥൻ്റെ തന്നെ അച്ഛൻ്റെ അടുത്തെത്തി. ഈ ശുദ്ധോധനൻ അവസാനം പറഞ്ഞു, ഈ കരുത്തിനാണോ കാരുണ്യത്തിനാണോ അവകാശം എന്നുള്ളത് അന്നും ഇന്നും ഉള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരാൾ കരുത്ത് കൊണ്ട് നേടുന്നതാണോ ശരി, കാരുണ്യം കൊണ്ട് നേടുന്നതാണോ ശരി? അവസാനം ശുദ്ധോധനൻ പറഞ്ഞു, സ്ഥായിയായി നിലനിൽക്കുന്ന കരുത്തല്ല, കാരുണ്യമാണ്. അതുകൊണ്ട് പക്ഷി സിദ്ധാർത്ഥനുള്ളതാണ്. പക്ഷെ സിദ്ധാർത്ഥൻ വിശ്വസിച്ചത് ഈ പക്ഷിയുടെ അവകാശി ഈ ദേവദത്തനോ താനോ അല്ല, പക്ഷിയുടെ അവകാശി പക്ഷിയാണ്. അത് ബുദ്ധൻ അവസാനം വരെ പിന്തുടർന്ന ദർശനമാണ്. ഇപ്പോഴും നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്തത് അതാണ്. ആരാണ് ഒരു ജീവിയുടെ അവകാശി? ആ ജീവിയുടെ അവകാശി ആ ജീവിയാണ്. പക്ഷിക്ക് പറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറന്നു പോകാൻ പക്ഷിയെ അനുവദിക്കുന്നത് പക്ഷിയുടെ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം മനുഷ്യന് മാത്രമല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ധാരണ ഇന്ത്യയിലെ മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ്. സുഗതകുമാരിയുടെയും ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? മനുഷ്യൻ്റെ മാത്രം സ്വാതന്ത്ര്യം കൊണ്ട് സ്വാതന്ത്ര്യം പൂർണ്ണമാവില്ല. പശുവിനും സ്വാതന്ത്ര്യം കിട്ടണം, പക്ഷിക്കും സ്വാതന്ത്ര്യം കിട്ടണം, പാമ്പിനും സ്വാതന്ത്ര്യം കിട്ടണം, മരത്തിനും സ്വാതന്ത്ര്യം കിട്ടണം, ആകാശത്തിനും കടലിനും കാടിനും എല്ലാം സ്വാതന്ത്ര്യം കിട്ടണം. ബുദ്ധൻ ആ സ്വാതന്ത്ര്യത്തെ 2500 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ സഹോദരൻ അമ്പെയ്ത് വീഴ്ത്തിയ പക്ഷിയെ അദ്ദേഹം സ്നേഹത്തോടുകൂടി പരിചരിച്ച് തനിക്ക് സ്വന്തമായി എടുക്കുകയല്ല ചെയ്തത്. സിദ്ധാർത്ഥൻ അന്ന് ആ പക്ഷിയെ തൻ്റെ സ്വന്തമാക്കി ഒരു കൂട്ടിലടച്ച് അതിനാഹാരം കൊടുത്ത് അതിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നെ ബുദ്ധൻ പറഞ്ഞ മഹത്തായ കാര്യങ്ങൾക്കെല്ലാം തുടർച്ചയില്ലാതെ പോകുമായിരുന്നു, വളർച്ചയില്ലാതെ പോകുമായിരുന്നു. ബുദ്ധൻ പക്ഷിയുടെ സ്വാതന്ത്ര്യമാണ് അംഗീകരിച്ചത്. അപ്പോൾ ആ പക്ഷിയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് ബുദ്ധൻ അന്ന് തുടങ്ങിയ ആ ദർശനത്തിൻ്റെ വളർച്ചയാണ് സത്യത്തിൽ ഇന്ത്യയുടെ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള, സ്നേഹിക്കാനുള്ള, ഓരോരുത്തർക്കും അന്തസ്സുണ്ടെന്നും സ്വാതന്ത്ര്യമുണ്ടെന്നും പ്രഖ്യാപിച്ച ഇന്ത്യയുടെ തനത് നയമായി വളർന്നത്. അതിൻ്റെ സത്യത്തിൽ ശില്പി, രക്ഷകർത്താവ് സിദ്ധാർത്ഥ രാജകുമാരനാണ്. സിദ്ധാർത്ഥൻ അത് കഴിഞ്ഞാണ് സിദ്ധാർത്ഥൻ സ്വാഭാവികമായി ചുറ്റുപാടുമുള്ള വേദനകളെല്ലാം സിദ്ധാർത്ഥൻ്റെ ഉള്ളിൽ ഒരുതരം
അടങ്ങാത്ത ദുഃഖങ്ങളായി, സങ്കടങ്ങളായി കടൽ പോലെ വളർന്നു. അപ്പം ഇത് ശുദ്ധോധന മഹാരാജാവിന് അറിയാമായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ സ്വന്തം ദുഃഖങ്ങളല്ല അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങൾ. സ്വന്തം ദുഃഖങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദുഃഖം നാടിൻ്റെ ദുഃഖമാണ്. നാടിൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമാകുന്നവരാണ് ലോകത്തിലെ മാതൃകാ പൊതുപ്രവർത്തകൻ. ഇന്ന് വരെ ലോകം കണ്ട ഏറ്റവും മാതൃകാ പൊതുപ്രവർത്തകൻ ഈ ശുദ്ധോധന മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ താൻ കണ്ട നാട്ടിൻ്റെ ദുഃഖങ്ങൾ കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ ജീവിച്ച ഒരു രാജകുമാരനായി ജനിക്കുകയായിരുന്നു. പൊതുപ്രവർത്തകൻ ആരെന്ന ചോദ്യത്തിന് ഒരുത്തരം ലോകത്തിന് നൽകാൻ കഴിയുന്നത് ബുദ്ധനാണ്. ഇതാണ് പൊതുപ്രവർത്തനം. പൊതുപ്രവർത്തനത്തിൻ്റെ മഹത്തായ മാതൃക ഇന്ത്യ ലോകത്ത് സംഭാവന ചെയ്തത് നമ്മൾ പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. പക്ഷെ മഹാത്മാഗാന്ധി ബുദ്ധൻ്റെ ഒരു അംശമാണ്. ബുദ്ധൻ്റെ ഒരു അംശമായ മഹാത്മാഗാന്ധി ലോകത്തിലെ ആധുനിക കാലത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ ഏറ്റവും മഹത്തായ മാതൃകയാണെങ്കിൽ ആ മഹാത്മാഗാന്ധിക്ക് ആ പൊതുപ്രവർത്തനത്തിൻ്റെ മാതൃക സമ്മാനിച്ചത് ബുദ്ധനാണ്. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്നത് പൊതുപ്രവർത്തകനാണ് എന്നൊക്കെ വിളിക്കുന്നതെല്ലാം പൊതുപ്രവർത്തനത്തിൻ്റെ നിർവചനപ്പുരയിൽ വരുന്നതല്ല. ബുദ്ധൻ പൊതുപ്രവർത്തനത്തിൻ്റെ നിർവചനപ്പുരയിലെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖമാണ്. മറ്റുള്ളവരുടെ ദുഃഖം അത് മനുഷ്യൻ്റെ ദുഃഖം പോലുമല്ല, മറ്റേതിൻ്റെയും ദുഃഖം തൻ്റെ ദുഃഖമാക്കി മാറ്റുന്നവനാണ് പൊതുപ്രവർത്തകൻ. അപ്പോൾ ഈ ശുദ്ധോധന മഹാരാജാവിനും ഗൗതമ രാജകുമാരിക്കും ഒക്കെ സങ്കടമായി. ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ ജനങ്ങളുടെ കാര്യം മാത്രം ആലോചിച്ച് ആഹാരത്തിൻ്റെ രുചി പോലും അറിയാതെ അദ്ദേഹം ഒരു പാട്ട് കേൾക്കാൻ വന്നിരുന്നാൽ പാട്ട് കേൾക്കാൻ പറ്റുകയില്ല. അപ്പോഴും അദ്ദേഹത്തിന് കണ്ട ഒരു ദുഃഖത്തിൻ്റെ ഓർമ്മയാണ്. ഒരു ഡാൻസ് കാണാൻ വന്നിരുന്നാൽ ഡാൻസ് കാണാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് അപ്പോഴും ഏതോ സങ്കടം എപ്പോഴോ കണ്ടതിൻ്റെ ഓർമ്മയാണ്. ഇങ്ങനെയാണ് ഈ കുട്ടി വളരുന്നതെങ്കിൽ ഈ കുട്ടി നമുക്ക് നഷ്ടമാവും എന്ന് രാജാവിന് മനസ്സിലായി. അപ്പോൾ രാജാവ് അനുചരവൃന്ദത്തോടും സുന്ദരിമാരോടും ഒക്കെ പറഞ്ഞു, ഇദ്ദേഹത്തിന് നല്ല മധുരമുള്ള പാനീയം കൊടുക്കണം, പാട്ട് എപ്പോഴാണ് വേണമെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ പാടിക്കൊടുക്കണം, നൃത്തം എപ്പോഴാണ്ട് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ നൃത്തം ചെയ്തു കൊടുക്കണം. പക്ഷേ അതൊന്നും കുട്ടിയിൽ തൃപ്തി ഉണ്ടാക്കില്ല. അപ്പോൾ പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ, എവിടെയും എല്ലാവരും ചെയ്യുന്ന പോലെ ബുദ്ധൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം രാജാവും രാജ്ഞിയുമൊക്കെ കൂടെ എടുത്തു. നമ്മുടെ നാട്ടിലും ഇപ്പോൾ അങ്ങനെയാണ്. അതായത് ഇയാളെ കല്യാണം കഴിപ്പിക്കുക, അതങ്ങനെയാണല്ലോ. അതായത് കെട്ടിയിടുക, അതുകൊണ്ടാണ് ഈ കെട്ടുക എന്ന വാക്ക് തന്നെ വന്നത്. ഈ കെട്ടിയിടുക എന്ന വാക്ക് തന്നെ വെച്ചാൽ പെണ്ണിനെയാണ് കെട്ടുക എന്നാണ്. അതായത് കെട്ടിയിടാൻ പ്രായമായാൽ പിന്നെ കെട്ടിയിടണമെന്ന് ആ വാക്കൊക്കെ തന്നെ ഇനി അങ്ങനെ വേണമോ എന്നുള്ള കാര്യം വേറെ ഒന്ന് ആലോചിക്കണം. അപ്പം രാജാവ് ആഗ്രഹിച്ചത് ആണിനെ കെട്ടുക എന്നാണ്. ഈ സിദ്ധാർത്ഥ രാജകുമാരനെ കെട്ടിയിടാൻ തീരുമാനിച്ചു. അപ്പോൾ വളരെ സുന്ദരിയായ യശോധര എന്ന് പറയുന്ന ഒരു രാജകുമാരിയെ കണ്ടെത്തി ആ രാജകുമാരിയെ കൊണ്ട് ബുദ്ധനെ കല്യാണം കഴിപ്പിച്ചു. ഈ യശോധര രാജകുമാരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ബുദ്ധനെ പോലെ തന്നെ അനാഥരോട് സ്നേഹവും, ദുഃഖങ്ങൾ ഒരുപാടുള്ളവരുടെ ദുഃഖങ്ങൾ അകറ്റുന്നതാണ് ഏറ്റവും നന്മയുള്ള മനുഷ്യൻ്റെ ജീവിത രീതിയെന്നും അകത്ത് സൂക്ഷിക്കുന്ന ഒരു മഹത്തായ ചിന്തയുടെ ഉടമയായിരുന്നു. അപ്പോൾ അവരെയാണ് സിദ്ധാർത്ഥൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അവർ സ്വാഭാവികമായി ജീവിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരോട് ബുദ്ധനല്ല സിദ്ധാർത്ഥൻ്റെ ദുഃഖങ്ങൾ പങ്കുവച്ചു. അവർ സത്യത്തിൽ സുഖം കൊണ്ട് ബുദ്ധൻ്റെ അകത്ത ദുഃഖങ്ങൾ അണയ്ക്കാനല്ല ശ്രമിച്ചത്, തൻ്റെ കൂടി ആശയങ്ങൾ പങ്കുചേർത്ത് അതിനെ നിലനിർത്താനാണ്. അപ്പോൾ രാജാവ് സത്യത്തിൽ ഈ ബുദ്ധനെ സുഖത്തിൽ കെട്ടിയിടാൻ തീരുമാനിച്ചത് ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് നേരെ എതിരായ ഫലമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ബുദ്ധൻ ജീവിക്കുന്ന കാലത്താണ് ആ രാജ്യത്ത്, അത് ഡോക്ടർ അംബേദ്കർ പറയുന്നതായിരിക്കും ശരി, അംബേദ്കർ പറയുന്നത് അന്ന് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്ന മിക്കവാറും ജലത്തിൻ്റെ പേരിലാണ്.
ഇപ്പോഴും ലോകത്ത് അങ്ങനെ ജലത്തിൻ്റെ പേരിൽ ജലമില്ലാത്ത രാജ്യങ്ങളിൽ തർക്കങ്ങളുണ്ട്. അന്ന് ഈ രോഹിണി നദിയിലെ വെള്ളം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ഈ മായാദേവിയുടെ രാജ്യവും കപിലവസ്തുവും തമ്മിലൊരു തർക്കമുണ്ടായി. തർക്കം ഉണ്ടായാൽ മിക്കവാറും ഈ ക്ഷത്രിയരുള്ളത് കൊണ്ട് സ്വന്തം അവകാശം സ്ഥാപിക്കാൻ യുദ്ധം ചെയ്ത് മറ്റേ രാജ്യത്തെ തോൽപ്പിക്കണം. അപ്പം കപിലവസ്തു ബുദ്ധൻ്റെ യഥാർത്ഥ അമ്മയുടെ രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ബുദ്ധനെ തന്നെ സേനാനായകന്മാരിൽ ഒരാളാക്കി. അപ്പോൾ ബുദ്ധൻ യശോധരയോട് പറഞ്ഞു, ലോകത്ത് ഒരു തർക്കവും രക്തം ചൊരിഞ്ഞ് തീർക്കാൻ പാടില്ല, ആയുധം കൊണ്ട് തീർക്കാൻ പാടില്ല. മനുഷ്യനെല്ലാം അവൻ്റെ ഹൃദയം കൊണ്ടും കാരുണ്യം കൊണ്ടും ബുദ്ധി കൊണ്ടും തീർക്കാൻ പറ്റും. പക്ഷേ അതിന് അവന് കൂടി അവകാശമുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. രോഹിണി നദി നമ്മുടെ രാജ്യത്തിൻ്റെയും അപ്പുറത്തെ രാജ്യത്തിൻ്റെയും അതിലൂടെ ഒഴുകുന്ന നദിയാണ്. അവർക്കും നമുക്കും കൃഷി ചെയ്യാൻ അതിൽ വെള്ളമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്കും നമുക്കും ഉള്ളത് അവരും നമ്മളും പരമാവധി ജലം യഥാർത്ഥ കർഷകർക്ക് പങ്കിട്ട് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ ജലം യുദ്ധത്തിനല്ലാതെ കാരുണ്യത്തോടെ ഉപയോഗിച്ചാൽ അത് സ്നേഹത്തിൻ്റെ ജലമാവും. അപ്പോൾ ഇതാണ് എൻ്റെ ആശയം. അപ്പോൾ യശോധര പറഞ്ഞു, എൻ്റെയും ആശയം അതാണ്. അപ്പം ബുദ്ധൻ പറഞ്ഞു, എനിക്ക് ആ എൻ്റെ ആശയമായി പോകണമെങ്കിൽ ലോകത്ത് ഈ നടക്കുന്ന തെറ്റുകൾക്കെല്ലാം പരിഹാരം കാണാൻ, എല്ലാ ഹിംസയും അവസാനിപ്പിക്കാൻ, എല്ലാ യുദ്ധങ്ങളും ഇല്ലാതാക്കാൻ അവിടെയെല്ലാം സ്നേഹത്തിൻ്റെ ഒരു പുഴ ഒഴുകേണ്ടതുണ്ട്. സ്നേഹത്തിൻ്റെ പുഴ ഒഴുകിയാൽ മരുഭൂമിയിലെ പൂക്കാത്ത ചെടിയും പൂക്കും. ഒരുപക്ഷെ വേനൽ മഴയുണ്ടാവും, ആദ്യം ശല്യമാവും, പക്ഷേ പിന്നെ അത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മരുഭൂമിയെ തണുപ്പിക്കുന്ന പുണ്യമാവും. അതുകൊണ്ട് ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ഞാൻ നാട് വിട്ടു പോകണം. അപ്പോൾ രണ്ടാണ് കാര്യം. ഒന്ന്, ദുഃഖങ്ങൾക്ക് കാരണം അന്വേഷിച്ച് പോകാം, ശാശ്വത സത്യം അന്വേഷിച്ച് പോകാം. രണ്ട്, ഈ യുദ്ധത്തിൽ നിന്ന് എനിക്ക് ഒഴിവാകാം. ഒരുപക്ഷെ ഞാൻ കണ്ടെത്തിയാൽ ലോകത്തെ മുഴുവൻ എല്ലാ യുദ്ധങ്ങളിൽ നിന്നും എനിക്ക് രക്ഷിക്കാൻ പറ്റും. യശോധര ഇത് സമ്മതിച്ചെന്നാണ് അംബേദ്കർ പറയുന്നത്. എന്നാൽ ചിലർ പറയുന്നത് അങ്ങനെയല്ല. ബുദ്ധൻ ഇങ്ങനെ സങ്കടമകത്ത് കൂടി ഒരു രാത്രി ഇങ്ങനെ ഭാര്യ ഉറങ്ങുന്ന നേരത്ത് ഭാര്യയോട് കണ്ണുകൊണ്ട് മാത്രം യാത്ര ചോദിച്ച്, അരികത്തുറങ്ങുന്ന മകൻ രാഹുലിനെയും കണ്ട് അവനോടും കണ്ണുകൊണ്ട് യാത്ര ചോദിച്ച് രാത്രി ഒറ്റയ്ക്ക് നടന്നു പോയി എന്നൊക്കെയാണ്. ഇതിൽ ഏതാണെങ്കിലും ബുദ്ധൻ കൊട്ടാരം വിട്ടു എന്നതാണ് ശരി. കൊട്ടാരം വിട്ടത് കൊട്ടാരത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിന് വേണ്ടി. ഈ കൊട്ടാരത്തിന് കോട്ട ഉണ്ടാവുന്ന എന്തിനാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കൊട്ടാരം വലുതാവുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, അകത്ത് ഭയമുണ്ടാക്കാനാണ്. നമ്മുടെ വീട്ടിലൊരു മതിലുണ്ടാവുമ്പം സത്യത്തിൽ സംഭവിക്കുന്നത് നമുക്ക് അയൽവക്കക്കാരനോടൊരു അകലം ഉണ്ടാവുന്നു, ഒരു മതിലിൻ്റെ അകലം ഉണ്ടാവുന്നുവെന്നാണ്. കൊട്ടാരത്തിനൊരു കോട്ടയുണ്ടായാൽ നമുക്കൊരുപാട് ഭയം ഉണ്ടാവുന്നതാണ്. പുറത്തുള്ളവർ നമ്മുടെ ശത്രുക്കളാണെന്നാണ്. അപ്പോൾ ബുദ്ധൻ അത് ആഗ്രഹിച്ചില്ല. ശത്രുക്കളില്ലാത്ത ഒരു ലോകത്ത് പോയാലേ യഥാർത്ഥ മിത്രങ്ങളെ കിട്ടും. ഒരു വലിയ കൊട്ടാരത്തിനകത്ത് ഒരിക്കലും നമുക്ക് നല്ല മിത്രങ്ങളെ കിട്ടുകയല്ല. കൊട്ടാരത്തിനകത്ത് ജനിക്കുന്നത് മുഴുവൻ അസൂയയാണ്, കുശുമ്പാണ്, ഉന്നായ്മയാണ്, തർക്കങ്ങളാണ്. ആ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്നതാണ് യുദ്ധങ്ങൾ. ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിൽ ചില ഒളിച്ചു വയ്ക്കപ്പെട്ട താല്പര്യങ്ങൾ കാണും. അത് ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിലും കാണും. ഒന്നാം ലോകമഹായുദ്ധത്തിലും ഉണ്ടാവും, രണ്ടാം ലോകമഹായുദ്ധത്തിലും ഉണ്ടാവും. ലോകത്ത് നടന്ന എല്ലാ യുദ്ധത്തിലും അതുണ്ടാവും. അപ്പോൾ ആ യുദ്ധങ്ങൾ അവസാനിക്കണമെങ്കിൽ കൊട്ടാരവും കോട്ടയും അവസാനിക്കണം. അകത്ത് സുരക്ഷിതമെന്നു കരുതി കെട്ടിത്തീർക്കുന്ന മതിലുകളെല്ലാം ഇല്ലാതാവണം. മനുഷ്യൻ്റെ മനസ്സിനകത്ത മതിലുകളാണ് അസൂയയും കുശുമ്പും കുന്നായ്മയുമായി വളരുന്നത്. അതും ഇല്ലാതാവണം. അപ്പം യശോധരയുടെ അനുവാദത്തോടു കൂടിയാണെങ്കിലും, അതല്ല യശോധര ഉറങ്ങിക്കിടക്കുമ്പം
ഭാര്യയെ അങ്ങ് ഉപേക്ഷിച്ച് പോകാമെന്ന് തീരുമാനിച്ചാണെങ്കിലും, പക്ഷേ ആ ബുദ്ധൻ്റെ ജീവിതകഥ നാളെ ഞാനൊക്കെ പറയുമ്പോൾ മനസ്സിലാവും, ബുദ്ധൻ ഒരിക്കലും യശോധരയെ ഉപേക്ഷിച്ചിരുന്നില്ല. യശോധര ബുദ്ധനെയും ഉപേക്ഷിച്ചിരുന്നില്ല. കാരണം ബുദ്ധൻ 7 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട് കപിലവസ്തുവിലേക്ക്. കൊട്ടാരത്തിൽ ഒരിക്കലും അയാൾ പ്രവേശിച്ചില്ല. അത് ആ കൊട്ടാരത്തിലൊന്നല്ല, ഒരു കൊട്ടാരത്തിലും പ്രവേശിച്ചില്ല. കാൽനട ജാഥ അല്ലാതെ ബുദ്ധൻ ഒരു ജാഥയും നടത്തിയില്ല. പക്ഷേ ബുദ്ധൻ ലോകത്തിൻ്റെതായി, ലോകം ബുദ്ധൻ്റേതായി. അത് 29-ാമത്തെ വയസ്സിലായിരുന്നു. 29-ാമത്തെ വയസ്സിൽ ബുദ്ധൻ സ്വന്തം കൊട്ടാരത്തോട് വിട പറഞ്ഞു. കൊട്ടാരത്തോട് വിട പറയുമ്പം കൊട്ടാരത്തിൽ നിന്നിറങ്ങി വെറുതെ അങ്ങ് പോവുകയല്ല, കുതിരയോട് വിട പറഞ്ഞു, തൻ്റെ പാദരക്ഷയോട് വിട പറഞ്ഞു, തൻ്റെ വാളിനോട് വിട പറഞ്ഞു, വീടിനോട് വിട പറഞ്ഞു. ഇതെല്ലാം എല്ലാവർക്കും വിട പറയാൻ പറ്റുമായിരിക്കും. പരിവാരങ്ങളോടും ആഭരണങ്ങളോടും ആർഭാടങ്ങളോടും വിട പറഞ്ഞവരുണ്ട്. പക്ഷേ ബുദ്ധൻ ഇതിനോടൊന്നും അല്ല വിട പറയാൻ തീരുമാനിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബുദ്ധൻ എല്ലാ സുഖങ്ങളോടും, സുഖം കൊണ്ടുവരുന്ന ആഗ്രഹങ്ങളോടും പതുക്കെ വിട പറഞ്ഞവനാണ് ബുദ്ധൻ. ബുദ്ധൻ അങ്ങനെ ഒറ്റയ്ക്ക് രോഹിണി നദിയും കടന്ന് സ്വന്തം രാജ്യത്തിൻ്റെ അതിരുകൾ വിട്ട് നടന്നു പോകുമ്പോൾ ഒരു പാലി സാഹിത്യത്തിൽ പറയുന്നത്, മാനത്തെ തിളങ്ങുന്ന നക്ഷത്രം, അതിനേക്കാൾ തിളക്കമുള്ള ഒരു നക്ഷത്രം ഇരുട്ടിൽ മണ്ണിലൂടെ നടന്നു പോകുന്നത് കണ്ടു. അത് അക്ഷരാർത്ഥത്തിൽ മണ്ണിൽ നടന്ന, ചിലരൊക്കെ പറയുന്നത്, നമ്മുടെ ചില സാഹിത്യകാരന്മാർ, പ്രത്യേകിച്ച് വിദേശ സാഹിത്യകാരന്മാർ പറയുന്നത് ഏഷ്യയുടെ വെളിച്ചം എന്നൊക്കെ ബുദ്ധനെ വിളിക്കുന്നത് അതൊരു വെളിച്ചമായിരുന്നു. ആ കൊട്ടാരം വിട്ടുപോയ വെളിച്ചമായിരുന്നു. കൊട്ടാരത്തിൽ എല്ലാവരും കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അഹങ്കാരമാണ്, ആർഭാടമാണ്. അവിടെ വിനയമില്ല. അവിടെ നിന്ന് വിനയവും അറിവ് തേടിയുള്ള ഒരു അന്വേഷണവും, ഒരു നക്ഷത്രം ഭൂമിയിലൂടെ നടന്നു പോയതുപോലെ രാത്രി മാനത്ത നക്ഷത്രങ്ങൾ വിളക്ക് കൊളുത്തി കാണിച്ച വഴിയിലൂടെ കല്ലിൽ കാല് തട്ടാതെ വെറും പാദത്താൽ നടന്നുപോയ രാജകുമാരനാണ് ബുദ്ധൻ. ഒരു രാജകുമാരൻ മനുഷ്യകുമാരനായ കഥയാണ് 29 വയസ്സിന് ശേഷമുള്ള സിദ്ധാർത്ഥൻ്റെ കഥ. അങ്ങനെ നടന്നു പോയി അവിടെ നിന്ന് 500 കിലോമീറ്റർ അകലെയാണ് രാജഗ്രഹം. രാജഗ്രഹം എന്ന് പറയുന്നത് ഇന്നത്തെ രാജ്ഗീറാണ്. അന്ന് മഗധയുടെ തലസ്ഥാനം, പാടലീപുത്രമാകുന്നതിന് മുമ്പ് രാജ്ഗീറാണ്. ആ രാജ്ഗീറിൽ ബുദ്ധൻ 25 ദിവസം കൊണ്ടാണ് നടന്നെത്തുന്നത്. നടക്കുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ബുദ്ധന് ഒരു കാര്യം കൊട്ടാരം വിട്ടപ്പോൾ ബുദ്ധനിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അത് ഭയമാണ്. ബുദ്ധൻ അതിനുശേഷം ഒരിക്കലും ഒന്നിനെയും ബുദ്ധൻ ഭയന്നില്ല. ബുദ്ധൻ കാടിനെ ഭയന്നില്ല, ഒറ്റപ്പെട്ട് നടക്കുന്ന വഴിയെ ഭയന്നില്ല, ഇരുട്ടിനെ ഭയന്നില്ല, മാനത്തെ ഭയന്നില്ല. ബുദ്ധന് ഏതെങ്കിലും രോഗം വരും, അതിനെ ഭയന്നില്ല. ബുദ്ധനെ ഏതെങ്കിലും പുലി ആക്രമിക്കും, അതിനെ ഭയന്നില്ല. ഭയമെന്ന് പറയുന്ന വികാരം വിട്ടുപോയ ഒരാളായിരുന്നു ബുദ്ധൻ. ആധുനിക കാലത്ത് സമരങ്ങളിൽ ഭയമെന്ന വികാരം ഇല്ലാതെ, തൻ്റെ മനസ്സിലതില്ല എന്ന് തീരുമാനിച്ച ഒരാൾ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിക്ക് ഭയമുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാത്തിനെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് വെറുപ്പുണ്ടാവരുത്. വെറുപ്പുണ്ടാവാതിരിക്കണമെങ്കിൽ ഭയം ഉണ്ടാവരുത്. ബുദ്ധന് ഭയമുണ്ടായില്ല. അങ്ങനെ ബുദ്ധൻ രാജ്ഗീറിലെത്തി. രാജ്ഗീറിലെ ഒരു നഗരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, കൊട്ടാരത്തിൻ്റെ കുറച്ചരികിൽ ബുദ്ധൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിംബിസാരൻ എന്ന് പറയുന്ന മഗധ എന്ന് ഭരിച്ചിരുന്ന, ഏതാണ്ട് ബുദ്ധനെപ്പോലെ തന്നെ പ്രായമുണ്ടായിരുന്ന ചെറുപ്പക്കാരനായ രാജകുമാരൻ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ശ്രവണ ഗുരു എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഒരു യാചക വേഷത്തിലുള്ള ഒരു സന്യാസി മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പം ബിംബിസാരന് തോന്നി, ഇദ്ദേഹം ഒരു സാധാരണയാളല്ല, അസാധാരണത്വമുള്ള ഏതോ
മനുഷ്യന് സാധാരണ കിട്ടാത്ത പ്രകാശം മുഖത്തുള്ള ഒരാളാണ്. അങ്ങനെ രാജാവ് അവിടെ നിന്നിറങ്ങി 3-4 പരിചാരകരോടൊപ്പം ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഞാൻ കപിലവസ്തുവിലെ രാജകുമാരനാണ്. എൻ്റെ പേര് ഗൗതമൻ എന്നാണ്. ഞാനിങ്ങനെ ചില സത്യങ്ങൾ അന്വേഷിച്ചിറങ്ങിയവനാണ്. ഇവിടെ ഇന്ന് വന്നെത്തിയതാണ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ സൈന്യാധിപനാവണം. എനിക്ക് നല്ലൊരു സൈന്യാധിപൻ വേണം. വളരുന്ന ഒരു നഗരമാണ് രാജ്ഗീർ, വളരുന്ന ഒരു രാജ്യമാണ് മഗധ. ഈ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമാണ്, ശക്തമാണ്. എനിക്കും നിങ്ങൾക്കും ഏതാണ്ട് തുല്യപ്രായമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സൈന്യാധിപനാവാം. അപ്പോൾ പറഞ്ഞു, അതിന് ഞാനില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ മന്ത്രിയാവാം. അപ്പം സിദ്ധാർത്ഥൻ പറഞ്ഞു, അതിനും ഞാനില്ല. ഞാൻ കൊട്ടാരം വിട്ടവനാണ്. കൊട്ടാരത്തിനകത്ത് കണ്ടെത്താൻ കഴിയാത്ത ചിലത് പുറത്തെ മനുഷ്യരിൽ നിന്ന് കണ്ടെത്താം എന്ന് കരുതി കൊട്ടാരം വിട്ടവനാണ്. ഒരുപക്ഷെ കാട്ടിൽ താമസിക്കുന്ന ഗുരുക്കന്മാർക്ക് എന്നെക്കാൾ അറിവുണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന് എനിക്ക് ഉത്തരം കിട്ടും. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഈ നാട്ടിൽ എവിടെയെങ്കിലും നിന്ന് ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ എന്നെ തന്നെ പീഡിപ്പിച്ച് ഞാൻ നടക്കുന്നതിലൂടെ എനിക്ക് ഉത്തരം കിട്ടും. എന്തായിരുന്നാലും എനിക്ക് ആ ഉത്തരം കിട്ടുന്നത് വരെ എൻ്റെ അന്വേഷണം തുടർന്നേ പറ്റൂ. അതുകൊണ്ട് അങ്ങയുടെ ഈ ക്ഷണമൊന്നും സ്വീകരിക്കാൻ എനിക്കിപ്പോൾ സാധ്യതയില്ല. അപ്പോൾ ബിംബിസാരൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങ് പോവുക. പക്ഷേ എനിക്കൊരു ഉറപ്പ് തരണം. അങ്ങ് ഏതെങ്കിലും ഒരു പുതിയ സത്യം കണ്ടെത്തിയാൽ ആദ്യം എന്നെ വന്ന് കാണണം. അത് ഞാനുമായി പങ്കുവയ്ക്കണം. അങ്ങയെ കണ്ടപ്പോൾ തന്നെ അങ്ങ് എൻ്റെ ആജീവനാന്ത സുഹൃത്താണെന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് അങ്ങ് പോയി സത്യം കണ്ടെത്തിയാൽ പങ്കുവയ്ക്കാൻ ഇവിടെ തന്നെ വരിക, എന്നെ കാണുക. അപ്പോൾ സിദ്ധാർത്ഥൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ കണ്ടെത്തിയാൽ അത് ജനങ്ങൾക്കുള്ളതാണ്, രാജാവായ അങ്ങയ്ക്കുമുള്ളതാണ്. അങ്ങനെ കണ്ടെത്തിയാൽ ഞാൻ അങ്ങയെ വന്ന് കാണും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോഴത്തെ നമ്മുടെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കണ്ടെത്തുന്നത് കണ്ടെത്തുന്നവർക്കുള്ളതാണ്. പേറ്റൻ്റൊക്കെ വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ കോടികൾ അവർക്കുള്ളതാണ്. പക്ഷെ ആദ്യമായിട്ട് ബിംബിസാറിനോട് ബുദ്ധൻ പറഞ്ഞത്, ഞാൻ കണ്ടെത്തിയാൽ അത് നിങ്ങൾക്കുള്ളതാണ്, ലോകത്തിനുള്ളതാണ്. ഏത് കണ്ടെത്തലും ഒരു പൊതുപ്രവർത്തകൻ കണ്ടെത്തിയാൽ, ഒരു നല്ല മനുഷ്യൻ കണ്ടെത്തിയാൽ അത് ലോകത്തിനുള്ളതാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഒരു ദാർശനികൻ താൻ കണ്ടെത്തിയത് താൻ ഒരു രാജാവായി കൊടുക്കാതെ, താൻ ഒരു നേതാവായി കൊടുക്കാതെ, അതിൻ്റെ പേരിൽ താൻ സമ്പാദിക്കാതെ, താൻ അതിൻ്റെ ഉടമയാകാതെ ലോകത്തിന് നൽകിയ ഇതുപോലെ ഒരു ലോക ജനകീയ പൊതുപ്രവർത്തന മാതൃക ലോകത്ത് സിദ്ധാർത്ഥനെ പോലെ വേറെ ആളില്ല. ആ കണ്ടെത്തലിൻ്റെ യാത്രയുടെ ആരംഭമാണ് കപിലവസ്തുവിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് 29-ാമത് വയസ്സിൽ വിട്ടിറങ്ങിയതും ബിംബിസാറിനെ കണ്ടതും ബിംബിസാറിനോട് യാത്ര പറഞ്ഞ് അദ്ദേഹം എത്തുന്നത് ഉരുവേലയിലാണ്. ഉരുവേല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബുദ്ധഗയ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉരുവേലയിലെ ജീവിതം ബുദ്ധനായത് എന്നതിനെക്കുറിച്ച് നാളെ പറയാം.